അന്യഗ്രഹജീവികൾ മനുഷ്യരോട് പറയാൻ ശ്രമിച്ചത് നാസ്ക വരകൾക്ക് പിന്നിലെ നിഗൂഢ രഹസ്യം. ലോകത്തിന്റെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും തന്നെ ചില നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നത്. ലോകത്ത് നിലവിലുള്ള ചില നിഗൂഢമായ സ്ഥലങ്ങളെക്കുറിച്ച് നിങ്ങൾ കേൾക്കുകയും വായിക്കുകയും ചെയ്താൽ തീർച്ചയായും അമ്പരക്കും. കാരണം ഇതെല്ലാം മനുഷ്യൻ സാധ്യമാണോ എന്ന് ചിന്തിച്ചു പോകും. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന പെറു ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ സ്ഥലങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇവിടത്തെ ഭൂമിയിൽ ഭീമാകാരമായ ചില വരകളുണ്ട്. ഈ ചിത്രങ്ങൾ നാസക ലൈൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും ഒരുപോലെ ഇരുത്തി ചിന്തിപ്പിച്ച ചിത്രങ്ങളാണ് ഇത്. അന്യഗ്രഹജീവികളാണ് ഇതിനു പിന്നിലെന്ന് വരെ പല സിദ്ധാന്തങ്ങളും നിലവിലുണ്ട്. നാസ്ക മരുഭൂമിയിലെ ഈ ചിത്രങ്ങൾക്ക് ഗവേഷകർ ഏകദേശം 2200 വർഷം പഴക്കം കണക്കാക്കിയിട്ടുണ്ട്. ഈ രേഖാചിത്രം അലാസ്കയിൽ നിന്ന് അർജന്റീനയിലേക്കുള്ള ഹൈവേയിൽ ഒരു മലഞ്ചെരിവിലാണ് കണ്ടെത്തിയത്. പെറുവിൽ നൂറ്റാണ്ടുകളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന നാസ്ക ലൈനുകൾ നാസ്ക സംസ്കാരത്തിന്റെ പൈതൃകമായി കണക്കാക്കപ്പെടുന്നു. ആരെങ്കിലും ഈ ചിത്രം ഭൂമിയിൽ നിന്ന് കണ്ടാൽ വളരെ സാധാരണമായ ചില അവ്യക്തമായ രൂപമായി ഇത് കാണുന്നു. എന്നാൽ ആരെങ്കിലും അവ വായുവിൽ നിന്ന് കാണുമ്പോഴാണ് അമ്പരക്കുക. പക്ഷികൾ, കുരങ്ങുകൾ, സിംഹം, ജ്യാമിതീയ രൂപങ്ങൾ, അങ്ങനെ പല പല കൂറ്റൻ ചിത്രങ്ങളാണ് ഈ വരകൾ. പെറുവിലെ ഈ പുരാവസ്തുക്കളിൽ ചിലത് മനുഷ്യരുടേതും ചിലത് പൂച്ചകളുടേതുമായ രൂപങ്ങളാണ്. ഇവയിൽ ഓരോന്നിനും ഏകദേശം 121 അടി നീളമുണ്ട്. പല വിദഗ്ധരും അവകാശപ്പെടുന്നത് ഇവിടെ അന്യഗ്രഹജീവികൾ അവരുടെ പറക്കും തളികയുമായി ഭൂമിയിൽ ഇറങ്ങാറുണ്ടായിരുന്നു എന്നാണ്. ഈ നിഗൂഢ ഘടനകൾ സൃഷ്ടിച്ചത് അന്യഗ്രഹജീവികളാണ് എന്ന് പറയപ്പെടുന്നു. എന്നിരുന്നാലും കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വളരെയധികം ഗവേഷണങ്ങൾക്ക് ശേഷം ഇത് പെറുവിലെ പുരാതന ജലസേചന സമ്പ്രദായത്തിന്റെ സങ്കീർണ സംവിധാനമാണെന്ന് ചില ശാസ്ത്രജ്ഞർ അവകാശപ്പെട്ടു. എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്നത് ഇപ്പോഴും ദുരൂഹമാണ്. നാസ്ക ലൈനുകളുടെ രഹസ്യം വളരെ രസകരമാണ്. വായുവിൽ സന്ദേശങ്ങൾ അയക്കാനാണ് ഈ വരകൾ നിർമ്മിച്ചതെന്ന് എഴുത്തുകാരനായ എറിക് വോണ് ചാരിയറ്റ്സ് ഓഫ് ദി ഗോഡ്സ് എന്ന പുസ്തകത്തിൽ പറയുന്നു. അന്യഗ്രഹജീവികളും ഇവിടെ ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അന്യഗ്രഹജീവികളെ ഭൂമിയിലേക്ക് ക്ഷണിക്കാൻ പെറുവിലെ തദ്ദേശവാസികൾ തന്നെയാണ് ഈ നിർമ്മിതികൾ നിർമ്മിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. കൊളംബിയൻ നാഗരികതയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് അവയുടെ നിർമ്മാണം എന്നതാണ് നാസ്ക ലൈനുകളെക്കുറിച്ചുള്ള മറ്റൊരു മിഥ്യ. ഈ ലൈനുകൾ ജലസേചനത്തിനായി നിർമ്മിച്ചതാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. എന്നാൽ ഇതിനുള്ള തെളിവ് ആരും കണ്ടെത്തിയില്ല. ബഹിരാകാശത്ത് നിന്ന് പോലും കാണാൻ കഴിയുന്ന തരത്തിൽ അന്യഗ്രഹജീവികളെ ആകർഷിക്കുന്നതിനാണ് ഈ വലിയ ഡിസൈനുകൾ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ചിലർ പറയുന്നത്. ബഹിരാകാശത്ത് നിന്ന് മാത്രം കാണാൻ കഴിയുന്ന തരത്തിലാണ് ഈ പാറ്റേണുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 2 സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ളതാണെന്ന് ശാസ്ത്രജ്ഞർ സംശയിക്കുന്ന നാസ്ക ലൈനുകൾ അവയുടെ വലിയ വലിപ്പം കണക്കിലെടുത്ത് അന്യഗ്രഹജീവികളുടെ കരകൗശലമായി കണക്കാക്കപ്പെടുന്നു. നാസ്ക ലൈനുകളിൽ ഇതുവരെ 300-ലധികം വ്യത്യസ്ത രൂപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ രൂപങ്ങളിൽ മൃഗങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുന്നു. ഏകദേശം 2200 വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക സാങ്കേതിക വിദ്യകളൊന്നുമില്ലാതെ മനുഷ്യർ ഈ ചിത്രങ്ങൾ സൃഷ്ടിച്ചു എന്നത് ആരെയും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്.